ലോകത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വില്ലന്മാരൊക്കെ ഒരു ദിവസം നല്ലവരാകാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കള്ളന്മാരുടെ ഒരു സംഘം നല്ലവരാകാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഒരു കിടിലൻ കഥയാണ്. അതെ, ദ ബാഡ് ഗൈസ്. അപ്പോൾ ഈ സിനിമയിലെ ഏറ്റവും രസകരമായ രംഗങ്ങളിലൂടെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളും ഗ്രാമർ കാര്യങ്ങളും എളുപ്പത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണ്. മിസ്റ്റർ വോൾഫിൻ്റെ രസകരമായ ഡയലോഗുകൾ മുതൽ മിസ്റ്റർ സ്നേക്കിൻ്റെ വിനോദകരമായ പ്രസ്താവനകൾ വരെ ഇത് നമുക്ക് ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഒരു നല്ല അനുഭവമാക്കി മാറ്റാം. അപ്പോൾ നമുക്ക് വില്ലന്മാരുടെ കൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? Things sure have changed. Not everyone believes it, but the bad guys went good. And we cannot wait for society to welcome us with open arms. Aren't you a notorious criminal? Yes. No. Maybe. Sorry, nerves. It hasn't been easy with a reputation like ours. You want to work at a bank? Why not? Some of my best memories are at banks. You robbed us 3 times. Duh. That was this bank? How are we supposed to get a fresh start if no one will trust us? I'm keeping my eye on you, Doc. തിങ്സ് ഷുവർ ഹാവ് ചേഞ്ച്ഡ്. കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് മാറിയിട്ടുണ്ട്. നോട്ട് എവറി വൺ ബിലീവ്സ് ഇറ്റ്. ഒരാളും അത് വിശ്വസിക്കുന്നില്ല. ബട്ട് ദ ബാഡ് ഗൈസ് വെൻ ഗുഡ്. പക്ഷേ ബാഡ് ഗൈസൊക്കെ നല്ലവരായി. ആൻഡ് വി കനോട്ട് വെയിറ്റ് ഫോർ സൊസൈറ്റി ടു വെൽക്കം അസ് വിത്ത് ഓപ്പൺ ആംസ്. നമുക്കിനി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ കഴിയില്ല. അവർ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് കരുതി ഇനി നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുകയാണ്. ഓപ്പൺ ആംസ് എന്ന് പറഞ്ഞാൽ ഇരു കൈ നീട്ടുക എന്നാണ്. അതായത് വെൽക്കം അസ് വിത്ത് ഓപ്പൺ ആംസ് എന്ന് പറഞ്ഞാൽ ഇരു കൈ നീട്ടി നമ്മളെ സ്വീകരിക്കുക എന്നർത്ഥം. ആർ യു എ നൊട്ടോറിയസ് ക്രിമിനൽ? നൊട്ടോറിയസ് എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധനായ ക്രിമിനൽ എന്നർത്ഥം. അതായത് നല്ല കാര്യങ്ങൾക്ക് ഫേമസ് ആയ ആളെ നമുക്ക് എന്ത് പറയാം? ഫേമസ് എന്നും ചീത്ത കാര്യങ്ങൾക്ക് ഫേമസ് ആയ ആളെ നമുക്ക് നൊട്ടോറിയസ് എന്നും പറയാം. യെസ്, നോ, മേ ബി സോറി, നെർവസ് എന്ന് പറഞ്ഞാൽ പരിഭ്രമം അല്ലെങ്കിൽ പേടി എന്നൊക്കെ അർത്ഥത്തിൽ. ഇറ്റ് ഹാസ് ബീൻ ഈസി വിത്ത് റെപ്യൂട്ടേഷൻ ലൈക്ക് ഓവേഴ്സ്. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൽപ്പേര്, ചീത്തപ്പേര് എന്നൊക്കെ പറയാം. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. നമ്മുടെ മുൻകാല പ്രവർത്തികളൊക്കെ അനുസരിച്ചിട്ട് ഇവരെന്ന് പറഞ്ഞാൽ മിസ്റ്റർ വൂഫുവിൻ്റെ കൂട്ടുകാരെന്താണ് പണ്ട് കള്ളന്മാരായിരുന്നു. ഇപ്പം നല്ലവരായി എന്ന് പറഞ്ഞാലും അവർക്കൊരു ചീത്തപ്പേരുണ്ട്. അതിനാണ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ പോലുള്ള റെപ്യൂട്ടേഷൻ ഉള്ളവർക്ക് ഇതൊന്നും ഇത്ര ഈസി അല്ല എന്നാണ് പറയുന്നത് മാനേജർ. സോ യു വാണ്ട് വർക്ക് അറ്റ് ദ ബാങ്ക്. നീ ഈ ബാങ്കിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലേ? നീ ആഗ്രഹിക്കുന്നു അല്ലേ? ഈ വാണ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വാണിച്ചു എന്നാണ് ഉണ്ടാവുക. ഇത് സ്പീക്കിങ്ങിൽ നമ്മൾ വാണ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി നമുക്ക് സ്പീക്കിംഗ് ഒഴുക്ക് കിട്ടുന്നതാണ്. സോ യു വാണ്ട് ടു വർക്ക് അറ്റ് ദ ബാങ്ക് എന്നാണ് ഉണ്ടാവുക. അതിന് പകരം നമ്മൾ സോ യു വാണ്ട് വർക്ക് അറ്റ് ദ ബാങ്ക് എന്ന് പറയുമ്പോൾ അത് ഒരു ഒഴുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരമാവധി സ്പീക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ ശ്രമിക്കുക. വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല? സം ഓഫ് മൈ ബെസ്റ്റ് മെമ്മറീസ് ആർ അറ്റ് ദ ബാങ്ക്. എൻ്റെ ചില നല്ല മെമ്മറികളൊക്കെ ബാങ്കിൽ തന്നെയാണെന്ന് പറയാം. യു റോബ്ഡ് അസ് 3 times. നീ ഞങ്ങളെ 3 തവണ നീ ഞങ്ങളെ 3 തവണ മോഷിച്ചിട്ടുണ്ടെന്ന് പറയാം. ദാറ്റ് വാസ് ദിസ് ബാങ്ക്. അത് ഈ ബാങ്ക് ആയിരുന്നോ? ഇവിടെ ഒരു ഗ്രാമർ പോയിന്റ് ഉണ്ട് കേട്ടോ. ദാറ്റ് വാസ് ദിസ് ബാങ്ക്. ഇവിടെ ഇതിന് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത് ചോദിക്കുന്നത് ഒരു ചോദ്യമായിരിക്കും. ആക്ച്വലി അത് കണ്ടാൽ ചോദ്യമായിരിക്കും, ചോദ്യത്തിന് മാതിരി തോന്നിക്കും. പക്ഷെ അത് ചോദിക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത് ജസ്റ്റ് ഒരു അമേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടൊക്കെ ചോദിക്കുന്നത്. ദാറ്റ് വാസ് ദിസ് ബാങ്ക്. അത് ഈ ബാങ്ക് ആയിരുന്നോ? ഹൗ ആർ വി സപ്പോസ് ടു ഗെറ്റ് ഫ്രഷ് സ്റ്റാർട്ട് ഇഫ് നോ വൺ വിൽ ട്രസ്റ്റ് അസ്. ഒരാൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു പുതിയ തുടക്കം കുറിക്കാൻ കഴിയുക? ഈ ഗെറ്റ് എ ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം കുറിക്കുക എന്നാണ് അർത്ഥം വരിക. ഇഫ് നോ വൺ വിൽ ട്രസ്റ്റ് അസ്, നമ്മളെ ഒരാളും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. ഇഫ് നോ വൺ, ഒരാളും ഇല്ലെങ്കിൽ, വിൽ ട്രസ്റ്റ് അസ്, നമ്മളെ ഒരാളും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്നർത്ഥത്തിൽ. ഐ ആം കീപ്പിംഗ് മൈ ഓൺ യു ഗൈസ്. ഇവിടെ കീപ്പിംഗ് മൈ ഓൺ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ണ് നിൻ്റെ മേലിൽ നിന്നർത്ഥത്തിലാണ്. ഒരാളെ സംശയത്തോടെ നോക്കുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം വരികയുള്ളൂ. അതായത് ടീച്ചറിന് ഒരു കോപ്പി അടിക്കുന്ന കുട്ടിയോടുമാണെങ്കിൽ പറയാം ഐ ആം കീപ്പിംഗ് മൈ ഓൺ യു എന്ന് പറയാം. ഇവിടെ ഐ ആം കീപ്പിംഗ് മൈ ഓൺ യു ഗൈസ്. എൻ്റെ ഒരു കണ്ണ് ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഗൈസ് എന്ന് പറയുകയാണ്. What was that? I panicked, okay? I'm a panicker. The name's Kitty, and these are my associates. So you're like the bad girl. We need the bad guys for the biggest heist in history. Maybe you don't keep up with the news, but we're good now.
I'm not exactly asking. Don't tell me you guys are bad again. No, we're being set up. We need to show the world we're good. So we're gonna sabotage them. ഇനി നമ്മുടെ ബാഡ് ഗൈസിൻ്റെ അടുത്തേക്ക് ഒരു പുതിയ ടീം വരികയാണ്. അവർക്ക് ഇവർ ആവശ്യമുണ്ട് ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ സീനൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഓക്കെ, സോ യു ആർ ലൈക്ക് ദ ബാഡ് ഗേൾസ്. നിങ്ങൾ ബാഡ് ഗേൾസിനെ ഇഷ്ടപ്പെടുന്നു. അപ്പം പറയാണ് വി നീഡ് ദ ബാഡ് ഗൈസ് ഫോർ ദ ബിഗ്ഗസ്റ്റ് ഹൈസ്റ്റ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ ആവശ്യമാണെന്ന് പറയുകയാണ്. അതായത് ഒരു പുതിയ ടീം വന്നിട്ട് ഈ ബാഡ് ഗൈസിന് ആവശ്യപ്പെടുകയാണ്. മേ ബി അപ്പോൾ നമ്മളെ മിസ്റ്റർ വോൾഫ് പറയുകയാണ് മേ ബി യു ഡോണ്ട് കീപ്പ് അപ്പ് വിത്ത് ദ ന്യൂസ് ബട്ട് വി ആർ ഗുഡ് നൗ. ഒരു പക്ഷേ നിങ്ങൾ ഈ വാർത്തകളൊന്നും അറിയുന്നില്ല തോന്നുന്നു, വാർത്തകളൊന്നും അറിയുന്നില്ല എന്ന് തോന്നുന്നു. ബട്ട് വി ആർ ഗുഡ് നൗ, ഞങ്ങളിപ്പോൾ നല്ലവരാണെന്ന് പറയുകയാണ്. അപ്പോൾ അവളെ പുതിയ വില്ലൻ പറയുകയാണ് ഐ എം നോട്ട് എക്സാക്ട്ലി ആസ്കിങ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതൊരു പ്രയോഗമാണ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയല്ല എന്ന അർത്ഥത്തിലാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയല്ല, ഇത് നിങ്ങളോട് കൽപ്പിക്കുകയാണ്. നിങ്ങളിത് ചെയ്തേ പറ്റൂ, വേറെ നിവൃത്തി നിങ്ങൾക്കില്ല, നിങ്ങളിത് ചെയ്യൽ നിർബന്ധമാണ് എന്ന അർത്ഥത്തിലാണ് ഐ എം നോട്ട് എക്സാക്ട്ലി ആസ്കിങ് എന്നുള്ള പ്രയോഗം വരുന്നത്. ഡോണ്ട് ടെൽ മീ യു ഗൈസ് ആർ ബാഡ് അഗെയിൻ. നിങ്ങൾ ബാഡാണെന്ന് വീണ്ടും ഒരിക്കലും എന്നോട് പറയരുത്. നിങ്ങൾ വീണ്ടും ബാഡാണെന്ന് എന്നോട് പറയരുത് എന്ന അർത്ഥത്തിൽ. നോ വി ആർ ബീങ് സെറ്റപ്പ്. വി ആർ ബീങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ചതിക്കപ്പെടുക എന്ന അർത്ഥമുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോ, ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ്, ഞങ്ങൾ ആരോ കുടിക്കിയതാണ് അർത്ഥത്തിൽ. നോ വി ആർ ബീങ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചതിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആരോ കുടിക്കിയതാണ് അർത്ഥം. വി നീഡ് ടു ഷോ ദ വേൾഡ് വി ആർ ഗുഡ്. നമുക്ക് നമ്മുടെ ലോകത്തെ നമ്മൾ ഗുഡാണ്, നല്ലവരാണെന്ന് കാണിക്കൽ അത്യാവശ്യമാണ്. സോ വി ആർ ഗോണ സബ്റ്റോജം. അതുകൊണ്ട് നമ്മൾ സബോട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി, പുതിയ വില്ലന്മാർ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഉണ്ടല്ലോ, അതിന് നമ്മൾ മനഃപൂർവ്വം നശിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ സബോട്ടേജ് എന്ന് വരുന്നത്. അപ്പോൾ വി ആർ ഗോണ സബോട്ടേജ് ദം. ഇവിടെ ഗോണ എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വാണ എന്ന് വന്നിരുന്നു. അപ്പോൾ ഗോണ എന്നുള്ള ഗോയിങ് ടു ആണ്. വി ആർ ഗോയിങ് ടു സബോട്ടേജ് ദം. ഈ എം എന്നല്ല കൊടുത്തിട്ടുള്ളൂ, അത് ദം കേട്ടോ ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പ്ലാനെ നമ്മൾ നശിപ്പിക്കാൻ പോവുകയാണ്. All right, Mr. Master of Disguise, you're up. I promise to play you respectfully. Where's my flowers? Prego, cappuccino. Webbs, do your thing. I'll be your hacker today. Snake, we're gonna need some extra muscle. I'm late for vinyasa. Vinyasa? You think I got this body by sitting around watching TV? And then we just have to Tear them apart, limb by limb, until all they can remember is pain. Wow, okay. I was gonna say stop him, but sure, if there's time, we can do the limb thing. All right, Mr. Master of Disguise, you are up. മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ് എന്ന് പറഞ്ഞാൽ അതിവിദഗ്ധനായ ആൾ. അതായത് എന്തിൽ ഈ വേഷം മാറുന്നതിൽ അതിവിദഗ്ധനായ ആളെയാണ് നമ്മൾ മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അതായത് ഈ സീനിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ആ വാനിൽ നിന്ന് ആ വാനിൻ്റെ ഓണറെ ഡ്രസ്സൊക്കെ അയച്ചിട്ടിട്ട് ഇവരിടുകയാണ്, നമ്മുടെ ബാഡ് ഗൈ ഇടുകയാണ്. എന്നിട്ട് അയാളെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, അതാണ്. അപ്പോൾ ഇവിടെ അതേ രൂപം ഇയാൾ പകർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വസ്ത്രത്തിലും കോലത്തിലൊക്കെ അതേ മാറ്റം വരുത്തിയ ആൾ നമ്മൾ മാസ്റ്റർ ഓഫ് ഡിസ്ഗൈസ് എന്ന് പറയുന്നത്. അടുത്തത് യു ആർ അപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നിൻ്റെ ഊയമാണെന്ന അർത്ഥത്തിലാണ്. ഇനി നീ നിൻ്റെ പരിപാടി ചെയ്യും, ഇനി നിൻ്റെ ഊയമാണെന്ന അർത്ഥത്തിലാണ് യു ആർ അപ്പ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഐ പ്രോമിസ് ടു പ്ലേ യു റെസ്പെക്ട്ഫുള്ളി. വെബ്സ് ഡു യുവർ തിങ്. ഈ നീ നിൻ്റെ കാര്യം ചെയ്യും. ഡു യുവർ തിങ് എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ കഴിവ് കാണിക്കുക, അല്ലെങ്കിൽ നീ നിൻ്റെ കാര്യം ചെയ്യുന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഗ്രാമർ ഉണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത് ഡു യുവർ തിങ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ അതിനു മുമ്പ് യു എന്ന് കൊടുക്കാറുണ്ട്. യു ഡു യുവർ തിങ് എന്നാൽ അതായത് അങ്ങനെ വേണ്ട എന്നാണ്. അതിന് ഇമ്പാരറ്റീവ് മൂഡ് എന്നാണ് പറയുന്നത്. യു ഡു യുവർ തിങ്, അത് ഇവിടെ യു എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, സബ്ജക്റ്റിനെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ വെർബോട് തുടങ്ങിയാണ് ഡു യുവർ തിങ്. ഐ വിൽ ബി യുവർ ഹാക്കർ ടുഡേ. സ്നേക് വി ആർ ഗോണ നീഡ് സം എക്സ്ട്രാ മസിൽ. സ്നേഹിനോട് പറയുകയാണ് നമുക്ക് കുറച്ച് എക്സ്ട്രാ മസിൽസ് വേണം, എക്സ്ട്രാ ബലം വേണമെന്ന് പറയുകയാണ്. അപ്പോൾ സ്നേക്ക് പറയുകയാണ് ഐ എം ലേറ്റ് ഫോർ വിന്യാസ. ഞാൻ വിന്യാസക്ക് വൈകി എന്ന് പറയുകയാണ്. വിന്യാസം എന്ന് പറഞ്ഞാൽ ഒരു തരം യോഗ കേട്ടോ, വിന്യാസ. യു തിങ്ക് ഐ ഗോട്ട് ദിസ് ബോഡി ബൈ സിറ്റിംഗ് അറൗണ്ട് വാച്ചിങ് TV. വിന്യാസ എന്ന് പറഞ്ഞപ്പോൾ വിന്യാസം എന്ന് ചോദിച്ചില്ലേ. അപ്പോൾ പറയുകയാണ് പാമ്പ്, നീ എന്താ കരുതിയേ ഞാൻ ഈ വെറുതെ TV കണ്ടിരുന്നിട്ട് ഉണ്ടാക്കിയതാണ് ഈ ബോഡി എന്നാണോ? ആ പാമ്പ് സിക്സ് പാക്ക് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയതല്ല, വിന്യാസം എന്ന യോഗ ചെയ്തിട്ടാണ് ഈ ബോഡി ഉണ്ടാക്കിയതെന്ന് പറയുകയാണ്. And we just have to tear them apart limb by limb until all they can remember is pain. ഇവിടെ ടിയർ ദം അപ്പാർട്ട് ലിംബ് ബൈ ലിംബ് എന്ന് പറയുന്നത് അതൊരു എന്താ വെച്ചാൽ അതിക്രൂരമായി നശിപ്പിക്കും, ഒരാൾ അതിക്രൂരമായി നശിപ്പിക്കണം എന്ന അർത്ഥത്തിലാണ്. അതായത് അങ്ങനെ ഒരു
അയാൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയല്ല, ഇതൊരു കട്ടി കൂട്ടി പറയാൻ വേണ്ടിയില്ല. ഒരു ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ അവനെ കൊല്ലുന്നൊക്കെ, അതുപോലെ ഒന്ന് പറയുന്നതാണിത്. വാവ്, ഓക്കെ I was going to say stop him, but sure, if there is time we can do the limb thing. I was going to say stop him. ഞാൻ അവരോട് നിർത്താൻ പറയാൻ പോവുകയാണ്. പക്ഷേ തീർച്ചയാണ് ഇഫ് ദർ ഇസ് ടൈം, സമയം ഉണ്ടെങ്കിൽ വി ക്യാൻ ഡു ദ ലിം തിങ്, നമുക്ക് ആ ലിം തിങ്ങും ചെയ്യാം. അതായത് നേരത്തെ വെട്ടി നുറുക്കാന്ന് പറഞ്ഞില്ലേ, അത് അവരെ കൊല്ലാന്ന്, അവരെ വെട്ടി നുറുക്കാന്നൊരു അതിശയോക്തി കൂട്ടി പറഞ്ഞില്ലേ, ആ സംഭവം നമുക്ക് ചെയ്യാൻ. First time for everything, right? Pull us up, Snake! Vinyasa, baby! Come on! Are you kidding me? Lefty loosey, righty tighty. Oh, right. ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ്, റൈറ്റ്? ഇവിടെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് മിസ്റ്റർ ഓഫ് ചാടുകയാണ്. അപ്പോൾ പറയുകയാണ് ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തുടക്കമുണ്ടല്ലോ. നമ്മളൊക്കെ പറയില്ലേ എല്ലാത്തിനും തുടക്കമുണ്ടല്ലോ, ഒന്ന് ചെയ്ത് നോക്കാൻ നിർത്തത്തിൽ എല്ലാത്തിനും തുടക്കമുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഫോർ എവറിത്തിങ് എന്ന് പറയാം. പുൾസപ്പ്, സ്നേക്ക്, വിന്യാസ, കം ബേബി കം ഓൺ, ഒരു കിഡിമി, ലെഫ്റ്റി ലൂസി റൈറ്റി ഡൈറ്റി. ലെഫ്റ്റി ലൂസി റൈറ്റി ഡൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ തിരിക്കേണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്നേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ലൂസാകുന്നു, റൈറ്റിലേക്ക് തിരിച്ചാൽ ടൈറ്റ് ആകുന്നു. അപ്പോൾ അവർ റൈറ്റിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയാണ്. You're not nervous, right? Because we know what happens when you're nervous. Buddy, I'm sorry. What? No. Help me. Stay with me, Papo. Stay with me. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ വേർഡ്സും എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ചില ഗ്രാമർ പോയിൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടു പോകരുത് കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. അടുത്ത വീഡിയോയുമായി കാണാം.